മനുഷ്യൻ്റെ പുറമേയുള്ള അവയവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ണുകൾ. കാഴ്ചശക്തിയില്ലായ്മയെ അന്ധത എന്ന് പറയുന്നു. കാഴ്ചക്കുറവ്, ലാക്ക് ഓഫ് വിഷൻ, അന്ധതയിൽപ്പെട്ടതാണ്. പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടവരും ജന്മന കാഴ്ചശക്തിയില്ലാത്തവരും നമുക്ക് ചുറ്റുമുണ്ട്. ഹ്രസ്വദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റ് ഉള്ളവരും ഈ ശ്രേണിയിൽപ്പെടും. കണ്ണിൽ പ്രഷർ വന്നും മറ്റു പല കാരണങ്ങളാലും കാഴ്ച നഷ്ടപ്പെടുന്നതിനെ ഗ്ലൂക്കോമ എന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. അതുപോലെ തന്നെ പ്രമേഹ രോഗത്താൽ ഉണ്ടാകുന്നതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇതും കാഴ്ചയ്ക്ക് മങ്ങലേൽക്കുവാൻ കാരണമായി തീരുന്നു. പ്രായം ചെന്നാൽ ബാധിക്കുന്ന മറ്റൊരു അന്ധതയാണ് തിമിരം എന്ന് പറയുന്നത്. ശസ്ത്രക്രിയയിലൂടെ അതിനെ ശമനം വരുത്തുവാൻ കഴിയും. പൂർണ്ണമായ അന്ധതയിൽ കഴിയുന്നവർക്ക് ഇരുട്ട് മാത്രമാണ് അവരുടെ ജീവിതത്തിൽ ഉള്ളത്. അന്ധതയോട് ബന്ധപ്പെട്ട് ദൈവവചനമാകുന്ന ബൈബിൾ എന്താണ് പറയുന്നതെന്ന് ചുരുക്കമായിട്ടൊന്ന് നോക്കാം. പുറമേ ഉള്ളത് കാണുവാൻ ഉള്ളതാണല്ലോ കണ്ണുകൾ. എന്നാൽ എല്ലാ മനുഷ്യർക്കും ഒരു അകക്കണ്ണുണ്ട്, അഥവാ ഉൾക്കാഴ്ചയുണ്ട്. ഇത് നമ്മുടെ മനസ്സിനോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ബൈബിളിൽ പല ഭാഗത്തും മനസ്സിനെ ഹൃദയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ അറിയാൻ മനസ്സിൻ്റെ കണ്ണ് തുറക്കണം. മനസ്സിൻ്റെ ഇത്തരം കാഴ്ചക്കുറവ് മൂലമാണ് ചിലരെങ്കിലും ദൈവത്തെക്കുറിച്ച് വികലമായി ചിന്തിക്കുന്നത്. അത് കണ്ണടച്ചിരുട്ടാക്കുന്നതിന് തുല്യമാണ്. ആത്മീയ കാഴ്ചയാണ് യഥാർത്ഥ ജീവിതത്തിലേക്കും സമാധാനത്തിലേക്കുമുള്ള ഏകമാർഗം. ചിന്തയുടെ ഉറവിടമാണ് മനസ്സ്. മനസ്സിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടവരെ ബൈബിൾ വിളിക്കുന്നത് ജഡസ്വഭാവമുള്ളവർ എന്നാണ്. അവർ ചിന്തിക്കുന്നത് ഈ ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. ആത്മീയ വിഷയങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ഉളവാക്കുന്നു എന്ന് റോമർ 8:7 പറയുന്നു. എന്നാൽ ആത്മീയമായ ചിന്ത നിത്യജീവനും സമാധാനവും നൽകുന്നു എന്ന് റോമാലേഖനം തന്നെ 8-6 പറയുന്നു. മനസ്സിൻ്റെ നവീകരണം ദൈവഹിതം അറിയാനുള്ള വഴിയാണ്. മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ല ജീവിതം. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അത് അനന്തമാണ്, അഥവാ നിത്യമാണ്. ഇത് ഗ്രഹിക്കണമെങ്കിൽ മനസ്സിൻ്റെ കണ്ണ് തുറക്കേണ്ടത് ആവശ്യമാണ്. ദൈവപ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അഥവാ സാത്താൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു എന്ന് 2 കൊരിന്ത്യർ 4:4 പറഞ്ഞിരിക്കുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:9. ഈ പ്രകാശം ഹൃദയത്തിലാണ് ഉള്ളത് എന്ന് പ്രത്യേകം ഓർക്കേണ്ടത് ആവശ്യമാണ്. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. സാത്താനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഇരുട്ടിൻ്റെ അധികാരി എന്നാണ്. ഈ അധികാരിയുടെ കീഴിൽ മുന്നോട്ട് പോകാതെ സത്യവെളിച്ചമാകുന്ന ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മനസ്സിൻ്റെ കണ്ണ് തെളിയും. വികലമായ ചിന്തകൾക്ക് മാറ്റം വരും. അന്ധവിശ്വാസങ്ങൾ ഉടലെടുക്കുന്നത് മനസ്സിൻ്റെ അന്ധതയിൽ നിന്നാണല്ലോ. സെൻറ്റ് പോൾ തൻ്റെ പ്രാർത്ഥനയിൽ ഒരു ആവശ്യം ദൈവമുമ്പാകെ ഉന്നയിക്കുന്നത് ഇപ്രകാരമാണ്: ഓരോരുത്തരുടെയും ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചു കൊടുക്കണമേ എന്നായിരുന്നു ആ പ്രാർത്ഥന. എഫെസോസിലെ വിശ്വാസികളുടെ ബന്ധത്തിലാണ് ആ പ്രാർത്ഥന പൗലോസ് പ്രാർത്ഥിച്ചത്. ഇരുണ്ട സ്ഥലത്ത് വിളക്ക് പ്രകാശിക്കുമ്പോൾ ഇരുട്ട് നീങ്ങി വെളിച്ചം വരുന്നത് പോലെ ഓരോ ഹൃദയങ്ങളിലും ദൈവവചനമാകുന്ന വിളക്ക് പ്രകാശിക്കട്ടെ. ആത്മീയത നീങ്ങുവാൻ ഇടയായിത്തീരട്ടെ. ദൈവസ്നേഹത്തിൻ്റെ കിരണങ്ങൾ ഹൃദയങ്ങളെ പ്രകാശപൂരിതമാക്കട്ടെ. ഗോഡ് ബ്ലസ് യു.